ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ സിമ്പിൾ നോട്ട് പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഓൾറെഡി ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളായി അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാൻ. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1ൻ്റെ സിമ്പിൾ നോട്ട് നമ്മൾ 2 പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. അതും കാണാത്തവർ അത് പോയി കാണുക. അതുപോലെ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ് എന്നിവ പറയുക. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് ഇടുക. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ ഒരു അഭിപ്രായം പറയുക. അപ്പോൾ നമ്മൾ കുറച്ച് ഡിലേ ആയിപ്പോയി, ഇടയ്ക്ക് കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് ഇത്രയും ലേറ്റായി പോയത്. അപ്പോൾ അതിനെല്ലാവരോടും ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇനി നമ്മൾ വളരെ വളരെ വേഗത്തിൽ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സിമ്പിൾ നോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു അവർ വീഡിയോ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ 36 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത്. ഇനി ഉള്ളത് വീണ്ടും ഒരു 36 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ പാർട്ടിൽ 36 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് നമ്മൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാപകരെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ കുറച്ച് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു. അതിൻ്റെ സ്ഥാപകരാരൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒന്നാമത്തത് പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി, മാഡം ബ്ലാവഡ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഹിതകാരുണി സമാജം, വീരേശലിംഗം പന്തലു, അതുപോലെ സ്വാഭിമാന പ്രസ്ഥാനം, ഈ രാമസ്വാമി നായ്ക്കർ. ആ ഒരുവി എന്ന് പറയുന്ന അവിടെ ഇല്ല കേട്ടോ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. സ്വാഭിമാന പ്രസ്ഥാനം രാമസ്വാമി നായ്ക്കറാണ്. അതുപോലെ ശ്രീനാരായണ പരിപാലന ധർമ്മയോഗം ശ്രീനാരായണ ഗുരു. അപ്പോൾ ഇത്രയുമാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് പഠിച്ച് ബൈഹാർട്ടാക്കി വെക്കുക. ഇത് നമ്മുടെ ക്ലാസ്സിൽ ഓരോ പ്രാവശ്യവും നമ്മൾ പറഞ്ഞു പോകുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഈ ഓരോ പഠിക്കുന്ന ആ ടൈമിൽ തന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ പഠിച്ചു പോവുക. ആ രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു സിമ്പിൾ നോട്ട് പോകുന്നത്. വളരെ വളരെ ഈസി ആയിട്ട്, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊരു SCERT വായിച്ച് നോക്കിയാൽ അറിയാം. അതിലെ ഓരോ പോയിൻറ്റും ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. സിമ്പിൾ നോട്ട് എന്ന് അർത്ഥമാക്കുന്നത് അതിൽ വേറൊന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നു എന്നർത്ഥമാക്കണ്ട. അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പം ചെയ്തു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഇനി ഈ ഒരു സിമ്പിൾ നോട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ SCERT പൂർണ്ണമായിട്ടും നമ്മൾ എല്ലാ SCERT ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും. ഇനി നമ്മൾ പറയുന്നത് അതുപോലെ ഇതിലെ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി അതുവരെ നമ്മൾ പഠിച്ചു നിർത്തിയായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 37ാമത്തെ ക്വസ്റ്റ്യനാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം? അപ്പോൾ 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് നമ്മൾ പഠിക്കുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ കോളം വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചങ്ങ് പോവുകയാണ്. അതിലെ ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ പ്രവർത്തന കേന്ദ്രം, നേതൃത്വം നൽകിയ ദേശീയ നേതാക്കൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ പഠിച്ചങ്ങ് പോവുക. അതിലൊന്നാമത്തേത് ആരാ?
ഏത് പ്രസ്ഥാനമാണ്? മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭയുടെ പ്രവർത്തന കേന്ദ്രം ആ മദ്രാസ് തന്നെയാണ്. മദ്രാസ് മഹാജൻ സഭ, മദ്രാസ്. ഇനി ഇതിൻ്റെ ദേശീയ നേതാവ് ആരായിരുന്നു നേതൃത്വം നൽകിയത്? എം വീരരാഘവാചാരി ആയിരുന്നു. എം വീരരാഘവാചാരി നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനമാണ് മദ്രാസ് മഹാജൻ സഭ. ഇത് രൂപം കൊണ്ട സ്ഥലം മദ്രാസാണ്. അപ്പോൾ മദ്രാസ് മഹാജൻ സഭ എന്നാലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ടത് ആരുടെ ചിത്രമാണ്? എം വീരരാഘവ ആചാരി. അതാണ് മദ്രാസ് മഹാജൻ സഭ. അടുത്ത് നമ്മൾ പറയുന്നത് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തന കേന്ദ്രം കൊൽക്കട്ടയാണ്. ഇന്ത്യൻ അസോസിയേഷൻ കൊൽക്കട്ടയാണ്. ആരൊക്കെ ചേർന്നാണ് ഇന്ത്യൻ അസോസിയേഷന് രൂപം നൽകിയത്? സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ് എന്നിവരാണ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികളെന്ന് പറയുന്നത്. അപ്പം ആരൊക്കെയാ? ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. ഇവർ രണ്ടുപേരുമാണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇതിൻ്റെ പ്രവർത്തന കേന്ദ്രം കൊൽക്കട്ടയാണ്. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോവുക. അടുത്ത് നമ്മൾ പറയുന്നത് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. മറ്റൊരു പ്രസ്ഥാനമാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഈ ബോംബെ പ്രസിഡൻസി അസോസിയേഷനും പേര് പോലെ അതിൻ്റെ പ്രവർത്തന കേന്ദ്രം എവിടെയാണ്? ബോംബെയിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ നേതൃത്വം നൽകിയ വ്യക്തികളെയാണ് നമ്മൾ അറിയേണ്ടത്. ഫിറോസ് ഷാ മേത്ത, KT തലാങ്, ബദറുദ്ദീൻ തയ്യാബ്ജി. ആരൊക്കെയാണ്? ഫിറോസ് ഷാ മേത്തയുണ്ട്, KT തലാങ് ഉണ്ട്, ബദറുദ്ദീൻ തയ്യാബ്ജി എന്നിവരാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 പ്രസ്ഥാനങ്ങൾ പറഞ്ഞു: മദ്രാസ് മഹാജൻ സഭ, ഇന്ത്യൻ അസോസിയേഷൻ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇന്ത്യൻ അസോസിയേഷൻ്റെ പ്രവർത്തന കേന്ദ്രം നമ്മൾ ഓർക്കുക, അത് കൊൽക്കട്ടയാണ്. അതുപോലെ മദ്രാസ് മഹാജൻ സഭ വീരരാഘവാചാരിയാണ്. ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്ഥാപകർ അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വ നിരയിൽ ഉള്ളവർ സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദമോഹൻ ബോസ്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫിറോസ് ഷാ മേത്ത, KT തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി എന്നിവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം. അപ്പോൾ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്? 1885 ഡിസംബർ 28 പകൽ 12 മണി. ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം വരെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ്? 1885 ഡിസംബർ 28 പകൽ 12 മണിക്കാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട സ്ഥലം എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട സ്ഥലം ചോദിച്ചാൽ എവിടെയാ? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെ. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. അപ്പോൾ സ്ഥലം ചോദിച്ചാൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്, ബോംബെ. അത് ഓർക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എത്ര പേരാ? 72 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം ചോദിച്ചാൽ 72 പേർ. ഇനി 78 പേരെന്ന് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ വരും കേട്ടോ. അതെന്താണ്? നമ്മുടെ ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണമാണ് 78. അതുകൂടി നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. അലൻ ഒക്ടേവിയൻ ഹ്യൂം. AO ഹ്യൂം എന്ന് നമ്മൾ ചുരുക്കി പറയും. AO ഹ്യൂം എന്ന് പഠിച്ചു വെച്ചാലും മതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുമാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്.
എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാ? സി ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. സർ സി ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച സമ്മേളനമേത്? ഏത് സമ്മേളനത്തിലാണ് ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷത പദവി അലങ്കരിച്ചത് ഒരു മലയാളി മാത്രമാണ്. അദ്ദേഹമാണ് സർ സി ശങ്കരൻ നായർ. 1897 സമ്മേളനമാണ്. അത് അമരാവതിയിൽ വെച്ചിട്ടാണ് നടന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്തെല്ലാം? അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ? ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചിട്ട് ഇതിൽ ഉൾപ്പെടുന്നത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ് എന്ന് നമ്മളോട് ചോദിക്കാം. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രമല്ലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിലൊന്നാമത്തേത് നമ്മൾ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. അപ്പോൾ ഒന്നാമത്തെ പ്രഖ്യാപിത ലക്ഷ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക. അത് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തേത് എന്താ? ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അടുത്തെന്താണ്? പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. ഇതൊരു അക്ഷരത്തെറ്റാണ് കേട്ടോ, പ്രശ്നം മിസ്റ്റേക്കാണ്. അവ എന്ന് പറഞ്ഞിട്ട് എന്താണ്? അവ ബ്രിട്ടീഷ് എന്നാണ് കേട്ടോ. അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് എന്താണ്? രാജ്യത്തെ പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ രാജ്യത്തെ പൊതു അഭിപ്രായം രൂപീകരിക്കണം. അതിലേക്ക് ആരെ സംഘടിപ്പിക്കണം? ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. അടുത്ത പോയിന്റ്, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. അപ്പം ഇത്രയുമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വായിച്ച് നല്ലതുപോലെ മനസ്സിലാക്കി ഒരു ആവർത്തിയും കൂടെ കേട്ട് പഠിക്കുക. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നമ്മൾ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവരായിരുന്നു നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ. അപ്പോൾ ഇവരെ നിങ്ങൾ ഒന്നുകൂടി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വ്യക്തികളാണ്. അപ്പോൾ ഒരാളല്ല, എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള വ്യക്തികളാണ്. ദാദാഭായ് നവറോജി ആവട്ടെ, സുരേന്ദ്രനാഥ് ബാനർജി ആവട്ടെ, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് ഇവരെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പ്രധാനികളാണ്. ഇവർ പ്രധാന നേതാക്കൾ ആണ്. അടുത്ത നമ്മൾ പറയുന്നത് ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഔദ്യോഗിക കുറിപ്പെഴുതിയ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? അതാണ്
റിസ്ലെ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്. ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഔദ്യോഗിക കുറിപ്പെഴുതിയ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറിയാണ് ആര്? റിസ്ലെയാണ് ഈ ഒരു എന്തെഴുതിയത്? നമ്മുടെ ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് റിസ്ലെ ഇങ്ങനെയും എഴുതും കേട്ടോ, റിസ്ലെയാണ്. അപ്പോൾ ബംഗാൾ വിഭജനത്തിൻ്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഔദ്യോഗിക കുറിപ്പെഴുതിയ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? റിസ്ലെയാണ്. ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാ? അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കഴ്സൺ പ്രഭു. അപ്പോൾ ബംഗാൾ വിഭജനത്തിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് വൈസ്രോയി ചോദിച്ചാൽ ആരാ? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം ചോദിക്കും. എന്നാൽ 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം, അതിൻ്റെ ഡേറ്റാണ് നമ്മൾ ഓർക്കേണ്ടത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വരുന്നത്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശഭക്തി ഗാനമേത്? അപ്പോൾ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ ടാഗോർ ഒരു ദേശഭക്തി ഗാനം രചിച്ചിട്ടുണ്ട്. അതേതാണ്? അതാണ് അമർ സോനാർ ബംഗ്ല. അമർ സോനാർ ബംഗ്ലയാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശഭക്തി ഗാനം. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ഏത് പ്രസ്ഥാനമാണ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ടത്? സ്വദേശി പ്രസ്ഥാനമാണ്. അപ്പോൾ ബംഗാൾ വിഭജനത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം എന്തായിരുന്നു? അപ്പോൾ ഈ സ്വദേശി എന്ന് പറഞ്ഞാൽ തന്നെ ആ പേരിൽ തന്നെയുണ്ട് എന്താണ്? സ്വാശ്രയം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശ്രയം എന്താണ്? പ്രധാന ആശയം എന്തായിരുന്നു? സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്ന് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആര്? അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്ന് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചു. ആരാണ്? ആചാര്യ PC റോയ് ആണ് സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്ന് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. ആചാര്യ PC റോയ്. സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്ന് സ്വദേശി സ്റ്റോറിന് തുടക്കമിട്ടതാര്? സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്ന് സ്വദേശി സ്റ്റോറിന് തുടക്കമിട്ടതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്ന് സ്വദേശി സ്റ്റോർ ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ ടാഗോർ. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാണ്? ആചാര്യ PC റോയ് ആണ്. സ്വദേശി പ്രസ്ഥാനത്തെ തുടർന്ന് ചിദംബരം പിള്ള ആരംഭിച്ച കമ്പനി, ചിദംബരം പിള്ള ഒരു കമ്പനി ആരംഭിച്ചു. അത് ഏത് കമ്പനിയാണ്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. അതുപോലെ സ്വദേശി സമരത്തിൻ്റെ ഭാഗമായി സ്റ്റീൽ ഫാക്ടറി ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണത്? അതാണ് ജംഷഡ്ജി ടാറ്റ. അപ്പോൾ ടാറ്റ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റീൽ ഫാക്ടറി ആരംഭിക്കുന്നത്. ആരാണ് സ്റ്റീൽ ഫാക്ടറി ആരംഭിച്ചത്? ജംഷഡ്ജി ടാറ്റയാണ് സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റീൽ ഫാക്ടറി ആരംഭിച്ചത്. അപ്പോൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരാ സ്ഥാപിച്ചത്? ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത്. ചിദംബരം പിള്ള. അപ്പോൾ സ്വദേശി സ്റ്റോർ ആണെങ്കിൽ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാ? ആചാര്യ PC റോയ് ആണ്. ഇതെത്രയും കാണാതെ നമ്മൾ പഠിച്ചു വെക്കണം. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി അശ്വിനി കുമാർ ദത്ത രൂപീകരിച്ച സ്വദേശ സമിതിയാണ് സ്വദേശി ബാന്ധവ സമിതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വദേശി ബാന്ധവ സമിതി സ്ഥാപിച്ചത് ആരാണ്? അശ്വിനി കുമാർ ദത്താണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്? സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായിട്ടാണ് അശ്വിനി കുമാർ ദത്ത എന്ത് രൂപീകരിച്ചത്? സ്വദേശ സമിതി രൂപീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ സ്വദേശ സമിതിയുടെ പേരാണ് സ്വദേശി ബാന്ധവ സമിതി എന്ന് പറയുന്നത്. അപ്പോൾ സ്വദേശി ബാന്ധവ സമിതി ചോദിച്ചാൽ അപ്പോൾ ആലോചിച്ചോളണം ആരാ? അശ്വിനി കുമാർ ദത്താണ് സ്വദേശി ബാന്ധവ
സമിതിയുടെ ആ ഒരു സംഘാടകൻ അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ചത് എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മിതവാദികളിൽ പ്രധാനികൾ ആരൊക്കെയായിരുന്നു മിതവാദികളിൽ പ്രധാനികൾ? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. ഇവരൊക്കെ നമ്മൾ ആലോചിക്കുക. ഇവരൊക്കെ എന്താണ്? ഫിറോസ് ഷാ മേത്തയും ഗോപാലകൃഷ്ണ ഗോഖലെയും ദാദാഭായ് നവറോജിയും ഒക്കെ മിതമായിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പം മിതവാദികളിൽ പ്രധാനികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം. ആരൊക്കെയാ? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി. തീവ്ര ദേശീയവാദികളിൽ പ്രധാനികൾ ആരെല്ലാം? ഇത് ചോദിക്കുന്നത് മിതവാദികളിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഇതിൽ മിതവാദികളിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ ഇതിൽ തീവ്രവാദികളിൽ ഉൾപ്പെടുന്നത് ആരിങ്ങനെയൊക്കെ ആയിരിക്കും ഇതിലെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കാണാതെ പഠിച്ചു വെക്കണം. തീവ്ര ദേശീയവാദികളിൽ പ്രധാനികൾ ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജപത് റായി. ആരൊക്കെയാ? ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ലാൽ ബാൽപാൽ. നമ്മൾ താഴോട്ട് പറയും. ഇവരെ 3 പേരെയും അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അടുത്ത് സൂററ്റ് പിളർപ്പ് നടന്ന വർഷം. അപ്പോൾ സൂററ്റ് പിളർപ്പ് നടന്നത് 1907 സൂററ്റിൽ വെച്ചുണ്ടായ കോൺഗ്രസ് സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? ഈ സൂററ്റ് പിളർപ്പ് നടക്കുന്നത് 1907. സൂററ്റ് പിളർപ്പ് എന്ന് പറയുമ്പം അവിടെ എന്താണ്? ഈ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ എന്ത് ചെയ്തു? അവർ തമ്മിൽ വിയോജിച്ചു. അതായത് അവർ തമ്മിൽ ഒരു പ്രശ്നം വന്നു. അവർ തമ്മിൽ എന്ത് ചെയ്തു? സൂററ്റിൽ വെച്ചുണ്ടായ കോൺഗ്രസ് സമ്മേളനത്തിൽ 2ആയിട്ട് പിരിഞ്ഞുപോയി. അപ്പോൾ അതാണ് ഈ സൂററ്റ് പിളർപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായ വർഷം എന്നാണ്? സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത് 1906 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. സർവേന്ത്യ, സർവൻ്റെ നല്ല കേട്ടോ, സർവേന്ത്യ എന്ന് തന്നെയാണ് സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആഗാ ഖാനാണ്. സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആഗാ ഖാൻ. 1906 ഈ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ നേതാവ് ആരായിരുന്നു? ആഗാ ഖാൻ ആയിരുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുകയും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയും ചെയ്ത വൈസ്രോയി ആരായിരുന്നു? അപ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുകയും അവർക്ക് വേണ്ടി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയും ചെയ്ത വൈസ്രോയിയാണ് മിൻറ്റോ പ്രഭു. അപ്പം മിൻറ്റോ പ്രഭു ആണ് എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുകയും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയും ചെയ്ത വൈസ്രോയി ചോദിച്ചാൽ ആരാ? മിൻറ്റോ പ്രഭുവാണ്. മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം നടപ്പിലാക്കിയ വർഷം 1909 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കുന്നത്. എന്നാണ് 1909 ഈ മിൻറ്റോ മോർലി ഭരണപരിഷ്കാരത്തിലൂടെയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുകയും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയും ചെയ്തതെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുകയും പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുകയും ചെയ്ത ഭരണപരിഷ്കാരം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 1909 മിൻറ്റോ മോർലി പരിഷ്കരണത്തിലൂടെയാണ് എന്ത് ചെയ്തത്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചതും അതുപോലെ അവർക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുകയും ഒക്കെ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാൽ ബാൽപാൽ എന്നറിയപ്പെടുന്നത് ആരെല്ലാം? അപ്പോൾ ആരൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാലാ ലജപത് റായ്, ബിപിൻ ചന്ദ്രപാൽ. ബാക്കി 2 പേരെ പേര് വന്നില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ലാൽ ബാൽപാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ബിപിൻ ചന്ദ്രപാലുണ്ട്, നമ്മുടെ ബാലഗംഗാധര തിലകുണ്ട്, അതുപോലെ ലാലാ ലജപത് റായ്. അതാണ് ഈ ലാൽ ബാൽപാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ആരാണ്? ലാലാ ലജപത് റായ്. അതാണ് ലാൽ എന്ന് പറയുന്നത് ലാലാ ലജപത് റായ്. ഇനി ബാലാരാ? ബാലഗംഗാധര തിലക്.
അടുത്ത് ആരായി പാൽ എന്ന് പറയുന്നത്? ബിപിൻ ചന്ദ്രപാൽ. ഇത് നമ്മുടെ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ബിപിൻ ചന്ദ്രപാൽ മാത്രം അവിടെ വന്നു, ബാക്കി രണ്ടുപേരും ഓടിക്കളഞ്ഞു. അപ്പം ലാൽ ബാൽപാൽ അറിയാലോ, ലാലാ ലജപത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ്. ഇന്ത്യയിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? അപ്പം ഇന്ത്യയിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ചോദിച്ചാൽ ബാലഗംഗാധര തിലക്, ആനി ബസന്റ് എന്നിവർ ചേർന്നിട്ടാണ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ബാലഗംഗാധര തിലക്, ആനി ബസന്റ് എന്നിവരാണ് എന്ത് ചെയ്തത്? ഇന്ത്യയിൽ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെ പറയുക? ആനി ബസന്റിനെ പറയുക. ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യത്തെ ഇന്ത്യക്കാരി ആര്? അപ്പം ഇന്ത്യക്കാരിയായ ആദ്യ വനിത എന്നെടുത്ത് ചോദിച്ചാൽ ആരാ നമ്മൾ പറയേണ്ടത്? സരോജിനി നായിഡു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യക്കാരിയായ ആദ്യ വനിത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കാരിയാണെങ്കിൽ സരോജിനി നായിഡു, അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ചോദിച്ചാൽ ആരാ? ആനി ബസന്റ് പറഞ്ഞോളണം. ആനി ബസന്റിൻ്റെ അധ്യക്ഷയായ ഈ ആനി ബസന്റിനെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏത്? ആനി ബസന്റ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം അങ്ങനെ തന്നെയാണ് കേട്ടോ. ആനി ബസന്റ് അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ ഏത് സമ്മേളനത്തിലാണ്? കൊൽക്കട്ട സമ്മേളനത്തിലാണ്. അത് 1917 അപ്പോൾ 1917 കൊൽക്കട്ട സമ്മേളനത്തിലാണ് എന്ത് ചെയ്തത്? ആനി ബസന്റിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി ആദ്യമായിട്ട് തിരഞ്ഞെടുക്കുന്നത് 1917 കൊൽക്കട്ട സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യാ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏത്? അപ്പോൾ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ചത് അല്ലെങ്കിൽ ഐക്യപ്പെട്ടത്? അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യാ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും കാരണമായത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1916 ലക്നൗ സമ്മേളനത്തിലാണ്. കാരണം നമ്മൾ പറഞ്ഞു ഈ ഇന്ത്യൻ നാഷണൽ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ വേർപെട്ടത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്? 1907 സൂററ്റ് സമ്മേളനത്തിൽ വെച്ചാണല്ലേ. ഈ ആളുകൾ എന്നാ ഇവർ തമ്മിൽ ഒരുമിച്ചത്? 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? വീണ്ടും ഒരുമിക്കുന്നത്. അപ്പം മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിക്കും. ഏതാണ്? നമ്മുടെ ലക്നൗ സമ്മേളനമാണ്. പ്രധാനപ്പെട്ട രഹസ്യ വിപ്ലവ സംഘടനകൾ ഏതൊക്കെയായിരുന്നു? അപ്പോൾ പ്രധാനപ്പെട്ട രഹസ്യ വിപ്ലവ സംഘടനകൾ ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപം കൊണ്ടു. അങ്ങനെ രൂപം കൊണ്ട ചില പ്രസ്ഥാനങ്ങൾ, ചില വിപ്ലവ സംഘടനകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? അതിൽ ആ വിപ്ലവ സംഘടനകൾ അവർ രൂപം കൊണ്ട സ്ഥലം, അതിന് നേതൃത്വം വഹിച്ച വ്യക്തികൾ എന്നിവരാണ് നമ്മളിവിടെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അവർ ഓരോരുത്തരായിട്ട് നമ്മൾ പഠിച്ച് തന്നെ പോകണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് തവണ എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതിലൊന്നാമത്തെ പ്രസ്ഥാനം, സംഘടന ഏതാണ്? വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി. അനുശീലൻ സമിതി എവിടെയാണ് രൂപം കൊണ്ടത്? ബംഗാളിലാണ് കേട്ടോ. ബംഗാളിൽ രൂപം കൊണ്ടൊരു വിപ്ലവ സംഘടനയാണ് അനുശീലൻ സമിതി. ഇനി ഈ അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാ? സചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദ ഘോഷ് എന്നിവരാണ് ഈ ഒരു അനുശീലൻ സമിതിക്ക്
രൂപം നൽകിയത്? അനുശീലം അല്ല, അനുശീലൻ. അനുശീലൻ അനുശീലൻ സമിതി. അപ്പം അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത് ആരാ? സചീന്ദ്രനാഥ് സന്യാൽ, അതുപോലെ അരബിന്ദോ ഘോഷ്. ഇവർ രണ്ടുപേരുമാണ് അനുശീലൻ സമിതിയുടെ നേതൃത്വം വഹിച്ചത്. ഇതിൻ്റെ ഈ ഒരു സ്ഥലം, പ്രസ്ഥാനം രൂപം കൊണ്ട സ്ഥലം എവിടെയാണ്? ബംഗാളിലാണ്. അടുത്ത് നമ്മൾ പറയുന്നത് ഭാരത് മാതാ അസോസിയേഷൻ. അപ്പോൾ മറ്റൊരു വിപ്ലവ സംഘടനയാണ് ഏത്? ഭാരത് മാതാ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഭാരത് മാതാ അസോസിയേഷൻ്റെ രൂപം കൊണ്ടത് ഏത് സ്ഥലത്തായി? ഈ ഒരു അസോസിയേഷൻ മദ്രാസിലാണ്. മദ്രാസിൽ രൂപം കൊണ്ട ഒരു വിപ്ലവ സംഘടനയാണ് ഭാരത് മാതാ അസോസിയേഷൻ. ഇതിൻ്റെ നേതൃനിരയിൽ ആരൊക്കെയായിരുന്നു? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. അപ്പോൾ ആരൊക്കെയാ? അജിത് സിംഗ് ഉണ്ടായിരുന്നു, നീലകണ്ഠ ബ്രഹ്മചാരി ഉണ്ടായിരുന്നു, വാഞ്ചി അയ്യർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും ചേർന്നിട്ട് രൂപം കൊടുത്ത സംഘടന, വിപ്ലവ സംഘടനയാണ് ഏത്? ഭാരത് മാതാ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഭാരത് മാതാ അസോസിയേഷൻ ആരൊക്കെയാണ്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് മുതലായവർ. ഇനി ഇത് ഏത് സ്ഥലത്താണ് രൂപം കൊണ്ടത്? മദ്രാസിലാണ് രൂപം കൊണ്ടത്. അടുത്ത് നമ്മൾ പറയുന്നത് യുഗാന്തർ പാർട്ടിയെക്കുറിച്ചാണ്. യുഗാന്തർ പാർട്ടി എവിടെയാണ് രൂപം കൊണ്ടത്? ബംഗാളിൽ രൂപം കൊണ്ടൊരു വിപ്ലവ പ്രസ്ഥാനമാണ് ഏത്? യുഗാന്തർ പാർട്ടി എന്ന് പറയുന്നത്. ബംഗാളിലാണ് രൂപം കൊണ്ടത്. യുഗാന്തർ പാർട്ടി രൂപം കൊണ്ടത് ബംഗാളിലാണ്. യുഗാന്തർ. ഇനി ആരൊക്കെയായിരുന്നു ഈ യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും. 2 ബോസുമാരുണ്ട്. ആരൊക്കെയാ? 2 ബോസുമാർ. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. അപ്പോൾ 2 ബോസ് ഉണ്ടെന്ന് ആലോചിക്കുക. അതുപോലെ യുഗാന്തർ പാർട്ടി, യുഗാന്തർ പാർട്ടി. അപ്പോൾ ഇവർ 2 പേരുമാണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ പറഞ്ഞ ബംഗാളിൽ ഈ ഒരു വിപ്ലവ സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. യുഗാന്തർ പാർട്ടി എന്ന വിപ്ലവ സംഘടന രൂപീകരിച്ചത് ഖുദിറാം ബോസും റാഷ് ബിഹാരി ബോസും. അടുത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകനാണ് ലാലാ ഹർദയാൽ. അപ്പോൾ ലാലാ ഹർദയാൽ രൂപം നൽകിയ ഒരു വിപ്ലവ സംഘടനയാണ് ഏത്? ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. ഗദ്ദാർ പാർട്ടി എവിടെയാ? ഇവിടെ എങ്ങും അല്ല. എവിടെയാണ്? അങ്ങ് അമേരിക്കയിലാണ് ഏത് പാർട്ടി രൂപം കൊണ്ടത്? ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ടത് അമേരിക്കയിലാണ്. അപ്പോൾ ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് ആരാന്ന് നമ്മളോട് ചോദിക്കും. ആരാ? ലാലാ ഹർദയാൽ. ലാലാ ഹർദയാൽ രൂപം കൊടുത്തൊരു പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറഞ്ഞ നമ്മുടെ ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഘടനകൾ ഒന്നുകൂടി നമ്മൾ ആ ഒരു സംഘടനകൾ പറയും. ഇപ്പം തന്നെ കാണാതെ പഠിച്ചു പോവുക. പ്രധാനപ്പെട്ട വിപ്ലവ സംഘടനകൾ, അതിന് രൂപം കൊണ്ട സ്ഥലങ്ങൾ, അതിന് നേതൃത്വം വഹിച്ച വ്യക്തികൾ. അപ്പോൾ ഏതൊക്കെയാണ് ഈ വിപ്ലവ സംഘടനകളെന്ന് ആദ്യം ആലോചിക്കുക. ഒന്നാമത്തേത് അനുശീലൻ സമിതി. അനുശീലൻ സമിതി രൂപം കൊണ്ടത് ബംഗാളിലാണ്. അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാ? പറഞ്ഞോ എൻ്റെ കൂടെ ഒപ്പം പറയണം. സചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദ ഘോഷ് എന്നിവരാണ്. അടുത്ത് വരുന്നത് ഭാരത് മാതാ അസോസിയേഷൻ. എവിടെയാണ് രൂപം കൊണ്ടത്? പറഞ്ഞോളൂ. മദ്രാസിലാണ്. അതേ, ശരിയാണ്. മദ്രാസിൽ രൂപം കൊണ്ട സംഘടന. ഇനി ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയത്? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. അടുത്ത് വരുന്നത് യുഗാന്തർ പാർട്ടിയാണ്. യുഗാന്തർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാ? റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസുമാണ് യുഗാന്തർ പാർട്ടി. ഏത് സ്ഥലത്താണ്? ബംഗാളിലാണ്. അടുത്ത് വരുന്നത് ഏതാണ്? നമ്മുടെ ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടി എവിടെയാണ്? ഗദ്ദാർ പാർട്ടി സ്ഥാപിതമായത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ. ആരാ സ്ഥാപിച്ചത് ഗദ്ദാർ പാർട്ടി? നമ്മുടെ ലാലാ ഹർദയാലാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കാൻ പോവുകയാണ്. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന ഏറ്റവും ശക്തിയേറിയ ജനകീയ പ്രക്ഷോഭം ഏത്? അപ്പോൾ ഏതാണ്? അതാണ് സ്വദേശി പ്രസ്ഥാനം. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന ഏറ്റവും ശക്തിയേറിയ ജനകീയ പ്രക്ഷോഭം എന്ന് നമ്മളോട് ചോദിക്കാം. ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത്രയുമാണ്
നമ്മുടെ ഈ ഒരു 8ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് സിമ്പിൾ നോട്ടിലെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ ഇനി നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവരും നമുക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി എത്രയും വേഗം ലഭിക്കട്ടെ. എല്ലാവർക്കും PSC എന്ന് പറയുന്ന ഒരു സ്വപ്നം കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകളിൽ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻ്റ് ഇടാത്തവർ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.